ഇന്ന് മകരം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന രാശി 2.25 നക്ഷത്രമാണ് ശരിക്കും മകരം രാശി. മകരം രാശിക്കാർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ഒരു പുതുവർഷം. നമ്മൾ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഏഴരശനി ഉണ്ടായിരുന്നു, ഏഴരശനി മാറി. പക്ഷേ ഇപ്പോൾ വ്യാഴം 6-ൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. 6-ാം ഭാവത്തിലേക്ക് വ്യാഴം, ശത്രുസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും, ശത്രുഭയം വർദ്ധിക്കും. ധനകാരകനാണ് വ്യാഴം, അപ്പോൾ സാമ്പത്തികമായി ഞെരുങ്ങും. അപ്പോൾ കാര്യതടസ്സം, സാമ്പത്തിക നഷ്ടം, ശത്രുഭയം കൂടും. അപ്പോൾ ഒരു കാരണവുമില്ലാതെ 5 ദിവസം സഹകരിച്ച് നിൽക്കുന്നവർ വരെ 6-ൻ്റെ അന്ന് ശത്രുവായി മാറും. അപ്പോൾ വീട്ടിനകത്ത് തന്നെ ഐക്യക്കുറവ് വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. ഇപ്പം ശനിയൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്കിതിനെ പരിഹരിച്ച് കൊണ്ടുപോകണം. പരിഹരിച്ചില്ലെങ്കിലാണ് ഇതെന്തിനാണ് അറിയണത്, അഡ്വാൻസായിട്ട് നിങ്ങളെ അറിയിക്കണം. എന്തിനാണ്? ഈ രാശിയിലുള്ളവർക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വരാം, ഇതിനെ നമുക്ക് അതിജീവിക്കണം. ഒരു അസുഖം വരുമ്പോൾ അഡ്വാൻസായിട്ട് മരുന്ന് കഴിക്കുന്നത് പോലെ ഇതിനെ പ്രതിവിധി ചെയ്ത് ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാം. അപ്പോൾ വ്യാഴനെ തന്നെ പ്രീതിപ്പെടുത്തണം, വിഷ്ണുവിനെ തന്നെ ഭജിക്കണം, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ഷനായിട്ട് മഹാവിഷ്ണുവിൻ്റെ യന്ത്രമായ മഹാസുദർശന ചക്രം ഒരു വർഷത്തേക്ക് കെട്ടി ധരിച്ചുകൊള്ളുക. ഒരു കവചം പോലെ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ അതൊരു സംരക്ഷണമായിട്ട് ചെയ്ത് ഇട്ടുകൊള്ളുക.